ഇൻസ്റ്റയിൽ മൊത്തം വൈറലായിക്കൊണ്ടിരിക്കുന്ന നീളാരതി കാണാനാണ് ഇപ്രാവശ്യം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. സമയം ഒരു 5 മണിയോട് കൂട്ടി ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഹാകുംഭമേള ഏകദേശം 250 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ നടക്കുന്ന കുംഭമേള ആയതുകൊണ്ട് അതിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. 5 മണിയോട് കൂടി എത്തിച്ചേർന്നുകൊണ്ട് അത്ര കാര്യമായിട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സമയം കടന്നു പോണതിനനുസരിച്ച് ഇഷ്ടംപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 7 മണിക്ക് ആരതിയുടെ സമയമായതുകൊണ്ട് തന്നെ അതിന് മുമ്പ് തന്നെ എല്ലാവരും എത്തിച്ചേരാനുള്ള സൗകര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ. അങ്ങനെ 6 മണി 6:15 കൂട്ട് നമ്മുടെ തിരുമേനിമാരൊക്കെ വന്നു തുടങ്ങി. തിരുമേനിമാർ വന്ന് കുറേ കഴിഞ്ഞിട്ടാണ് പൂജകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിനു മുമ്പ് കുറച്ച് മന്ത്രങ്ങൾ ഉച്ചരിക്കലും പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞൊരു 7 മണി ആവാറാൻ കുറച്ച് മുമ്പ് തന്നെ നമ്മുടെ അഘോരിമാർ വന്നിട്ടുണ്ടായിരുന്നു. അഘോരിമാർ വന്ന് പ്രാർത്ഥനകൾ ആരംഭിച്ചതിന് ശേഷമായിരുന്നു പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് 7 മണിയോട് കൂട്ടി അവർ ആരതി ഉഴിയിൽ ആരംഭിക്കുന്നു പറഞ്ഞതുപോലെ തന്നെ 7 മണിയായപ്പോഴത്തേക്കും ആരതി ആരംഭിച്ചു. ആരതി ഉഴിയാൻ ഇത്തവണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടൊരു ഭാഗ്യം ഉണ്ടായി. ജീവിതത്തിൽ ആദ്യമായിട്ടായിട്ട് ഇതൊക്കെ സംഭവിക്കുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായി ആരതി കാണാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ദീപമൊക്കെ കത്തിച്ചതിന് ശേഷം നമ്മൾ ആരതി ഉഴിഞ്ഞു തുടങ്ങി. അവരവിടെ പ്രാർത്ഥന എത്തിക്കുന്നതിനനുസരിച്ചിട്ടായിരുന്നു നമ്മൾ ആരതി ഉഴിഞ്ഞുകൊണ്ടിരുന്നത്. ഈ കാണുന്ന ജനങ്ങൾ മുഴുവനും ഒരേ മനസ്സോട് കൂടിയിട്ട് ഒരേ ഭക്തിയോട് കൂടിയിട്ട് അവിടെ വന്നിരുന്നപ്പോൾ ഉണ്ടല്ലോ എൻ്റെ കണ്ണൊക്കെ കണ്ട് നിറഞ്ഞൊഴുകി. ആഗ്രഹിച്ചുകൊണ്ടാണോ എന്നറിയില്ല, വിചാരിച്ചേക്കാളും കാര്യങ്ങളൊക്കെ നന്നായി നടന്നുകൊണ്ട് ഭഗവാനോട് 100 കോടി നന്ദി ആ സമയത്ത് ഇരുന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ വിചാരിച്ചേക്കാളും നന്നായി കാര്യങ്ങളൊക്കെ നടന്നു. ഭഗവാൻ അങ്ങനെ ആരതി കുഴിഞ്ഞ് പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഡുക്കുവിനെ കൊണ്ടും ഞാൻ ഒഴിയിപ്പിച്ചത്. ഡുക്കുവിൻ്റെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലൊക്കെ ഇത് ആദ്യത്തെ അനുഭവം കൊണ്ടും കേരളത്തിൻ്റെ മണ്ണിൽ ആദ്യമായിട്ട് നടക്കണോണ്ടും ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ പൂജകളൊക്കെ കഴിഞ്ഞ് തിരിച്ച് അഘോരിമാരും തന്ത്രിമാരൊക്കെ തിരിച്ചു പോണത് നമ്മൾ കണ്ടു. 2 സ്ഥലത്തും പൂജകൾ നടക്കണോണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അവസാനം പൂജയൊക്കെ കഴിഞ്ഞൊരു ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചിറങ്ങണ സമയമായപ്പോഴത്തേക്കും പൂരത്തിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. പൂരം എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല കേട്ടോ, അത്രയ്ക്കധികം ജനത്തിരക്കായിരുന്നു.